മേജർ ടോമിയെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പോകുന്നു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. എന്റെ മേജർ സാറേ, ടോമി അങ്ങ് വൃത്തിയാക്കുകയാണോ അതോ വൃത്തികേടാക്കുകയാണോ? അറ്റൻഷൻ! ഒരു പട്ടാളക്കാരന്റെ സൗന്ദര്യം അവൻ വെച്ചിരിക്കുന്ന തോക്കും അവന്റെ ടാങ്കും നന്നായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഗുരുവും ബോലയും ടോമിയെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ എന്നെ സഹായിക്കണം. ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ് റൈറ്റ്. ഇത് കേട്ടപ്പോഴാ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നത്. सर जो चक्कर खाए मन जो तेरा मचलाए, अरे कुछ ना समझ में आए तो गुरु इलाज बताए. चल करा ले चल करा ले चल करा ले. चंपी 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 चम चंपी 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 चम चंपी 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 चम चंपी 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 चम चंपी चंपी चम. ഗുരു പാട്ട് നിർത്തണം, പാട്ട് നിർത്തണം. എണ്ണ തേപ്പിച്ച് അതിനെ ഉരുട്ടിപ്പുരട്ടി എടുക്കാൻ പറഞ്ഞത് അങ്ങ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങളുടെ തെറ്റ് എങ്ങ്? ടോമിയെയാണ് വൃത്തിയാക്കാൻ പറഞ്ഞത്, എന്റെ മുഖത്തിനെയല്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ എണ്ണയെ തിരിച്ചു തരാത്തത് വരെ നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. ഡിസ്മിസ്. എന്റെ മേജർ സാറേ, അങ്ങ് മുഖം കഴുകിയിട്ട് വന്നേക്ക്. ഞങ്ങൾ വെറും 2 മിനിറ്റിൽ പോയിട്ട് 5 മിനിറ്റിൽ തിരിച്ചു വന്നേക്കാം. ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം എന്റെ മുത്തച്ഛന്റെ അമൂല്യ ശേഖരങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഫുൾ ബോട്ടിലാണ്. അതിനകത്ത് നിറച്ച എണ്ണയും ഉണ്ടായിരിക്കണം. നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ. നിങ്ങളുമായി എനിക്ക് യാതൊരു കച്ചവടവും ഇല്ല, കേട്ടോ? കിട്ടിപ്പോയി ഗുരു. എങ്കിൽ വരൂ, നമുക്ക് വീണ്ടും ടോമിയെ നന്നായി വൃത്തിയാക്കാം. എടാ, ഇനി അടുത്ത് മേജർ സാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നമുക്ക് ടോമിയെ നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കണം. ടോമിക്കുട്ടാ, ഇതാ ബോലയുടെ കണ്ണിലെ തിളക്കം നീ കണ്ടോ? നിന്നെ വൃത്തിയാക്കാൻ ഇവനെക്കാളും മിടുക്കന്മാരുണ്ടോ? എന്റെ ഗുരുവേ, എന്റെ മേൽ എന്തിനാ എണ്ണ ഒഴിച്ചേ? അതോടെ നിന്റെ കഥ കഴിഞ്ഞു. എന്തായത്? എന്താ സംഭവിക്കുന്നേ? എടാ എന്റെ പൊന്നു ചക്കര കുട്ടാ, നീ ഇപ്പൊ ആയല്ലടാ ഒരു ഇരുമ്പ് കട്ട. ഇതിന്റെ ശിക്ഷ നിനക്ക് ഇപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എടാ മനസ്സിലാക്ക്, അത് ടാങ്ക് ആണ്, വിഷ്ണു ചക്രം അല്ല വിരലിലിട്ട് കറക്കാൻ. എന്തോ വീണല്ലോ പോലെ. എന്താടാ ഈ സാധനം? റിമോട്ടല്ലേ? ഞാൻ എന്ത് ചെയ്യും? എന്റെ പോലെ ഒരു റിമോട്ടിൽ ചലിക്കുന്ന യന്ത്രമായി മാറിയിരിക്കുകയാണല്ലോ. ആ മേജർ എങ്ങാനും കാണുകയാണെങ്കിൽ നിന്നെ ആർമിയിൽ കൊണ്ടാക്കും. എടാ പോലെ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണോടാ. പിന്നെ ടോമി, നീ ഈ കാര്യം ആരോടും പറയരുത് പ്ലീസ്. ടോമി, ഈ മതില് നീയാണോ പൊളിച്ചത്? ഇനി എന്റെ മുന്നിൽ ടോമി കണ്ടുപോകരുത്.
ഈ ലോഹത്തിലുള്ള റോബോ ബോലയെ പോലെ തന്നെ ഉണ്ടല്ലോ. ഈ ലോകത്തിലുള്ള പോലെ ഞാനൊരു വഴി ചെയ്യാം. ഡിഷും ഡിഷും. ഓ എന്റെ ആശാനെ, ഇപ്രാവശ്യമെങ്കിലും ആശാന്റെ ബുദ്ധി ഒന്ന് ഉപയോഗിക്ക്. അതാണ് അങ്ങേക്ക് നല്ലത്. എല്ലാ പ്രാവശ്യവും പണി കൊടുക്കാൻ നമ്മൾ നോക്കും, എന്നാൽ എപ്പോഴും പണി കിട്ടുന്നത് നമുക്കായിരിക്കും. എടാ ഇരുമ്പ് ബോലക്കുട്ട, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് ഞാനല്ല ചെയ്തത്, നിങ്ങൾ തന്നെയാണ് ചെയ്തത്. ഞാൻ ഒരു റോബോട്ട് മാത്രമാണ്. എന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇവിടെ എന്തായാലും ആരും ഇല്ല. വേഗം എടുത്ത് മാറ്റ്. എങ്ങനെ വന്നാലും ഈ റോബോട്ട് എനിക്ക് വേണം. ഒന്ന് പോടാപ്പാ, നിന്റെ ഒരു കാര്യം. എന്റെ അമ്മച്ചി, ഇനി പോലെ എന്റെ കൺട്രോളിലാണ്. ഞാൻ പറയുന്നത് കേക്ക് പോലെ, അവൻ പറയുന്നത് അനുസരിക്കരുത്. ആരുടെ കയ്യിലാണോ എന്റെ റിമോട്ട് ഉള്ളത് അവരായിരിക്കും എന്റെ ബോസ്. നിങ്ങൾക്കിപ്പോ എനിക്ക് ഓർഡേഴ്സ് തരാം. ഗുരു, നിന്റെ പോലെ ഇപ്പൊ എന്റെ അടിമയാണ്. ഇനി കണ്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. നാട്ടുകാരെ, പിന്നെ കൂട്ടുകാരെ, ഈ കലാകാരൻ ഇന്ന് ഡ്രംസിനോടൊപ്പം ചെയ്യാൻ പോകുന്നു ഡിഷും ഡിഷും. ഇത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും. ഇത് കണ്ടോ, ബോലയുടെ ഡ്രംസ് പ്രകടനം. നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സംഭാവന നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചുകൊള്ളൂ. ഞങ്ങളുടെ ബോല ഇപ്പോൾ അത് വന്ന് വാങ്ങുന്നതായിരിക്കും. ഓ എന്റെ ആശാനെ, കുറെ കാലത്തിന് ശേഷം നല്ല ആഹാരം ഞാൻ കഴിക്കാന്ന് വിചാരിച്ചതാ. എന്നാൽ ഈ റോബോ ഉണ്ടല്ലോ, അത് നമ്മുടെ പ്ലാൻ മുഴുവനും നശിപ്പിച്ചിരിക്കുകയാ. ഈ റോബോട്ട് പോലെ വെച്ച് തന്നെ നമ്മൾ വയറ് നിറയ്ക്കും. ഇത് സാധാരണ ഹോട്ടലാണെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഫ്രീ ആയിട്ട് ആഹാരം ഞാൻ തരില്ല. കാശ് തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ആഹാരം തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അടിപൊളി. അപ്പൊ നീ സൗജന്യമായി ആഹാരം തരില്ല അല്ലേ? പോലെ ഇവനെ മര്യാദ പഠിപ്പിക്കേ. എടാ വൃത്തികെട്ട മരം കോടാ, നാണമില്ലാതെ കഴിക്കുന്നോടാ. മര്യാദയ്ക്ക് റിമോട്ടും പോലെയും തരുന്നതാണ് നിനക്ക് നല്ലത്. എന്തെന്നാൽ എനിക്കുള്ളിൽ ഒരു അഗ്നി പർവ്വതമാണുള്ളത്. ഇനി നീ ബോലയെ കുറിച്ച് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇനി അവനായി ഞങ്ങളുണ്ട്. എന്റെ പോലെ, ഞാൻ പറയുന്നത് കേക്ക്. മര്യാദയ്ക്ക് ഇറക്കി വിട അയാളെ, അല്ലെങ്കിൽ അവന്റെ കാറ്റ് ഇതോടെ പോകും. എന്റെ സൂപ്പിന് നീ പകരം ചോദിക്കണം. ബിഷും ബിഷും പോലെ ഈ ഗുരുവിന് കൊടുക്ക്. ഡിഷും ഡിഷും. വേണ്ട പോലെ, വേണ്ട. എടാ എന്റെ പൊന്നു പോലെ, ഈ വൃത്തിയേട്ടവൻ പറയുന്ന ഒന്നും കേൾക്കാതിരിക്കടാ. ആലോചിച്ചു നോക്ക് നമ്മുടെ സൗഹൃദം. തക്കതിമി താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തമാടി. चल करे हम ऐसा कुछ यार, हिस्ट्री में लिखा जाए तेरा मेरा प्यार.
बायोलॉजी अपनी भले हो कैसी, पर ज्योग्राफी तो एक जैसी। अपनी 2 सती के आगे मैथ्स और साइंस बेकार, तो चल करे कुछ ऐसा चमत्कार। ओ आ ओ ओ आ ओ ओ आ ओ आ आ ओ आ ओ ओ आ ओ ओ आ ओ आ आ। तेरा मेरा प्यार याद कर, 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 तेरा मेरा प्यार। ഗുരു ഭോലെ, നിങ്ങളാണ് യഥാർത്ഥ ഹീറോ. കൊള്ളാലോ ഗുരു, നിങ്ങൾ വീണ്ടും ഒരു കലക്ക കലക്കിയിരിക്കുന്നു. ഞാനല്ലടാ, നമ്മളെന്ന് പറയേ. ഇതിന്റെ പേരാണ് ടീം ബാറ്റ്.